എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. മത്തായി 5:5. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം എങ്ങനെയുള്ളതാണ് എന്ന് കർത്താവ് തൻ്റെ കേൾവിക്കാരോട് പറയുന്ന ഭാഗമാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭവും അതിൻ്റെ സാരവും. വ്യത്യസ്തമായ ജീവിത സ്വഭാവ ഗുണങ്ങൾ ദൈവിക ബന്ധത്തോട് ചേർത്ത് കർത്താവ് പറയുകയാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഒരു കർത്തൃദാസൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ജീവിതത്തിൽ ഒരു വർഷമെങ്കിലും പ്രായോഗികമാക്കിയതിന് ശേഷമേ ഒരു കാര്യം മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കാവൂ, അല്ലെങ്കിൽ പ്രസംഗിക്കാവൂ എന്ന്. ആ തത്വം ഒരു പക്ഷെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു കാര്യമായി തോന്നിയേക്കാം. കർത്താവിനെക്കുറിച്ച് 2 വാക്കിൽ നമ്മൾ പറയുമ്പോൾ, ഒന്ന് വിശുദ്ധിയും മറ്റ് സൗമ്യതയുമാണ് എടുത്ത് പറയാനുള്ളത്. എന്താണ് സൗമ്യത എന്ന് ചോദിച്ചാൽ, ബലഹീനതയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സൗമ്യതയുള്ളവരെന്ന് നാം സാധാരണ ചിന്തിക്കുന്നത് ആരോടും ഒന്നും പറയാത്തവർ, പ്രവർത്തിക്കാത്തവർ, ഇവരെയൊക്കെയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ സൗമ്യരായിട്ട് ചിന്തിക്കാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. അതൊരു ബലഹീനത അല്ലെങ്കിൽ കഴിവുകേടാണ്. എന്നാൽ സൗമ്യത എന്ന് പറയുന്നത് നട്ടെല്ലില്ലായ്മയല്ല. നട്ടെല്ലുണ്ടാകുകയും ചെയ്യേണ്ടതിന് ചെയ്യുവാനുള്ള ഒരു കൃപയുണ്ടാകുകയും ചെയ്യുന്നതാണ് സൗമ്യത. സൗമ്യതയ്ക്ക് ഒരു സാധാരണ നിർവചനം കൊടുക്കുകയാണെങ്കിൽ, നിയന്ത്രണത്തിനുള്ള ശക്തിയാണ് സൗമ്യത. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ദേശത്ത് ധാരാളം ഇടങ്ങളിൽ ഉരുളുപൊട്ടി അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ഇടങ്ങളിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ചില ഇടങ്ങളിൽ അതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. അത് സൗമ്യതയല്ല. വെള്ളപ്പാച്ചിലുകളിൽ ഒഴുക്കിന് ശക്തിയുണ്ട്, പക്ഷേ അത് നിയന്ത്രിക്കപ്പെട്ട ഒഴുക്കാണ്. നിയന്ത്രിക്കപ്പെട്ട ഒഴുക്കാണ് സൗമ്യത. പെട്ടെന്ന് ആരുമറിയാതെ പാഞ്ഞ് വരുന്ന വെള്ള കുത്തൊഴുക്കുകളല്ല. അപ്പോൾ നിയന്ത്രണ വിധേയമായ ജീവിത ശൈലി സൗമ്യതയായി നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരു കുതിരയെ മെരുക്കിയെടുത്ത് അതിൻ്റെ പുറത്തിരിക്കുമ്പോൾ സൗമ്യതയുടെ പുറത്താണ് ഒരുവൻ ഇരിക്കുന്നത്. നിയന്ത്രണമാണ് നമുക്കാവശ്യം. സദൃശ്യവാക്യം 16-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം കാക്കുന്നതിലും ശ്രേഷ്ഠൻ എന്ന് രേഖപ്പെടുത്തുന്നു. ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്ന് സദൃശ്യവാക്യം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 28-ാം വാക്യത്തിൽ. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് ആരോടും ഒന്നും മിണ്ടാതെയും പ്രതിവചിക്കാതെയും ഭയന്ന് പിന്മാറി നിൽക്കുന്ന നിലപാടുകളെ അല്ല, നിയന്ത്രണ വിധേയമായ ജീവിത ശൈലിയാണ് സൗമ്യത എന്ന് പറയുന്നത്. ഇത്
കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. വളരെ ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ ആ ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുക. ദൈവഹിതപ്രകാരമുള്ള വഴികളിൽ നടക്കുക. ചിലത് മതി എന്ന് പറയാൻ കഴിയുന്നത് ഒരു സൗമ്യതയാണ്. ചിലത് വേണ്ട എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം സൗമ്യതയാണ്. ചിലത് അകറ്റി നിർത്തുന്നത് ഒരു സൗമ്യതയാണ്. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ സൗമ്യത വെളിപ്പെടുത്തുന്നത്? സൗമ്യത വെളിപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട്. മത്തായി 5-ാം അധ്യായത്തിൽ കാണുന്നത് പഴയ നിയമത്തിലും കാണുന്നു. സങ്കീർത്തനം 37:11 സങ്കീർത്തനക്കാരൻ കർത്താവ് ഉദ്ധരിക്കുന്നതിന് മുൻപേ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. സൗമ്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് 37-ാം സങ്കീർത്തനം. സൗമ്യതയുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് പ്രതികൂലമായ പ്രതിസന്ധികളുള്ള, എതിർപ്പുകളുള്ള, കഷ്ടതയും ദുഷ്ടതയും നിറഞ്ഞ സാഹചര്യത്തിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ നാം സമനില സൂക്ഷിക്കുന്നവരാണ്. വലിയ കുഴച്ചിലില്ലെങ്കിൽ നമ്മുടെ സമനില തെറ്റുകയില്ല. എന്നാൽ അന്തരീക്ഷം അല്പം വഷളായാൽ നമ്മുടെ ബാലൻസും പെട്ടെന്ന് പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്. ദുഷ്പ്രവർത്തിക്കാരെ കാണുമ്പോൾ മുഷിയാതിരിക്കാനുള്ള ഒരു കൃപയുണ്ടെങ്കിൽ സൗമ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണത്. സഹിച്ച് നിൽക്കാനുള്ള ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നാം വളരെയധികം അസ്വസ്ഥരാകും. ദുരുപായം പ്രയോഗിക്കുന്നവരെക്കുറിച്ച് നീ മുഷിയരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലരൊക്കെ നമ്മോട് എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇതാണല്ലോ എന്നോട് ചെയ്തത് എന്ന് മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ ബാലൻസ് ചിലപ്പോൾ നഷ്ടപ്പെടാം. എന്നാൽ അത് കാത്തു സൂക്ഷിക്കാൻ വലിയ പ്രയാസമാണ്. അതിനു മുൻപ് ഒരു കൂട്ടരുടെ കാര്യം കൂടെ നമ്മൾ നോക്കുമ്പോൾ, കാര്യസാധ്യം പ്രാപിക്കുന്നവരെ കുറിച്ച്, അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവരെ ബുൾഡോസർ പേഴ്സണാലിറ്റി ഉള്ളവരാണ് എന്ന് പറയാറുണ്ട്. ബുൾഡോസർ പോകുമ്പോൾ അതിന് മുൻപിൽ കെട്ടിടമുണ്ടെങ്കിലും മലയുണ്ടെങ്കിലും മതിലുണ്ടെങ്കിലും വൃക്ഷമുണ്ടെങ്കിലും ഒന്നും അതിന് വിഷയമേ അല്ല. നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ. നാം വളരെ ബന്ധപ്പെട്ടാണ് ക്യൂവിലൊക്കെ നിൽക്കുന്നത്. അതിനിടയിൽ കൂടി ഒരാൾ വന്നിട്ട് വളരെ സാമർഥ്യത്തോടെ കാര്യം സാധിക്കുകയും ചെയ്യും. എല്ലാവരും അങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ അയാൾ തിരിച്ചൊന്ന് നോക്കുകയും ചെയ്യും. ഡ്രൈവിങ്ങിൽ തന്നെ ലൈൻ തെറ്റി ഓടിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഇങ്ങനെ കാര്യസാധ്യം പ്രാപിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ജീവിത സാഹചര്യത്തിലും കൂട്ടായ്മകളിലുമൊക്കെ ഉണ്ടാവാം. ദുരുപായം പ്രയോഗിക്കുന്നവരുടെ നടുവിൽ, കാര്യസാധ്യം പ്രാപിക്കുന്നവരുടെ നടുവിൽ മുഷിയാതെ നിൽക്കുന്ന സൗമ്യതയാണ് നമുക്കാവശ്യം. എന്നാൽ അവിടെയാണ് പ്രയാസം. ഗതസമന തോട്ടത്തിൽ വിലങ്ങും ചങ്ങലയും വിളക്കും ആൾക്കൂട്ടവുമായി ആളുകൾ വന്നപ്പോൾ വാളെടുക്കാതെ മുഷിയാതെ, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിച്ച് അതിൻ്റെ നടുവിൽ നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാനാണ് എന്ന് പറയുന്നതാണ് ശക്തി. വാളെടുക്കുന്നതല്ല ശക്തി, വാളെടുക്കാതിരിക്കുന്നതാണ് ശക്തി. കോപവും ക്രോധവും ഉളവാകുന്ന സാഹചര്യത്തിൽ വാൾ ഉറയിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കൃപ ഉണ്ടാകുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി. 2 വാക്ക് പറയണം എന്ന് തോന്നി വരുമ്പോൾ ആ 2 വാക്ക് പറയാതിരിക്കാനുള്ള കൃപയാണ് പരിശുദ്ധാത്മശക്തി. ഇത് പലപ്പോഴും നമുക്ക് ഒരു പക്ഷെങ്കിൽ പ്രായോഗികമാക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. എന്നാൽ കർത്താവ് പറയുന്നു, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. വലിയ വലിയ പൊസിഷനുകളിൽ, ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ
അത് കയറിപ്പറ്റിയ ആളുകളുണ്ട്. ആരുടെയും വലിയ സഹായമില്ലാതെ, സ്വാധീനമില്ലാതെ ഒക്കെ ഉന്നതമായ ജീവിത നിലകളിൽ എത്തിപ്പെട്ട ധാരാളം ആളുകളെക്കുറിച്ച് നമുക്കറിയാം. ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച സൗമ്യതയാണ് അവരുടെ വിജയത്തിൻ്റെ അടിത്തറ. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, അല്ലെങ്കിൽ അവകാശമാക്കും. നമ്മുടെ ജീവിതത്തിലും ക്ഷമയോടെ കാത്തിരുന്ന് ഈ സൗമ്യതയുള്ളവരായി ജീവിച്ച് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാര്യസാധ്യത്തിനായി ഉപായങ്ങളെല്ലാം ഉപേക്ഷിക്കാം. പെട്ടെന്ന് ചാടിക്കേറി മറ്റുള്ളവരെ പിൻപിലാക്കി ചില കാര്യങ്ങൾ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബൈപ്പാസ് തിയറി നമുക്ക് ഉപേക്ഷിക്കാം. ദൈവസന്നിധിയിൽ ക്ഷമയോടെ, സഹനതയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയ ഒരു ദിവസത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ബലം ഞങ്ങൾക്ക് നൽകിയല്ലോ. രാത്രിയിൽ അടിയങ്ങളെ കാത്ത് സൂക്ഷിച്ചു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഞങ്ങൾക്കും അന്വർത്ഥമായ അനുഭവങ്ങളെ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, പരിശ്രമങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സൗമ്യതയുള്ളവരായി ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ചില ഇടങ്ങളെ നേടി എടുക്കുവാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ശേഷമായി പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ഓർക്കുന്നു. ജോലി സംബന്ധമായ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുംബൈ എയർപോർട്ടിൽ ജോലി സംബന്ധമായി ഒരു ഉറപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കാൻ ആവശ്യപ്പെട്ട പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഈ ധ്യാനത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൽ പങ്കാളികളാകുന്നവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സൗമ്യതയുടെയും ശാന്തതയുടെയും പുതിയൊരു വർഷം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.